നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നതോടെ പൂരവിളംബരമായി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ചൊവ്വാഴ്ച. പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കെ സുധാകരന് അനുകൂലമായ പോസ്റ്ററുകൾ. സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിൽ. ഭീകരവാദത്തെയും വിഘടനവാദത്തെയും കോൺഗ്രസും UPA സർക്കാരും താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗ്രാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭീകരാക്രമണത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാന കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും കൃഷ്ണകുമാർ. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടും ഷൊർണൂരും പ്രതിഷേധ ധർണ. തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. നിലവിലുള്ള ചട്ടങ്ങൾ വെച്ച് തെരുവുനായ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെന്നും മന്ത്രി. വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് പരിഹാരമെന്നും സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നും മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട്ട് തുടക്കം. സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കലാമണ്ഡലം ഐശ്വര്യയുടെ നൃത്തത്തോടെ. ആസ്വാദകരുടെ മനം കവർന്ന് ഗസൽ സംഗീതവും. ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K. അനിമോൻ. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക രീതി അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം. മഹാത്മാ അയ്യങ്കാളി തൊഴിലാളികൾക്ക് ഫസ്റ്റ് അലവൻസും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ആവശ്യം. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് മെയ് 11 ഊറ്റനാട്ട്. ക്യാമ്പിലെത്തുന്നത് 3000-ഓളം പേർ. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. പറളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ യാത്ര അപകടകരവും സാഹസികവുമെന്ന് മുസ്ലിം ലീഗ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം പതിറ്റാണ്ടോളം പഴക്കമുള്ളതെന്നും മുസ്ലിം ലീഗ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും ഇല്ലെങ്കിൽ വൻ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നയിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നു. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നതോടെയാണ് പൂരവിളംബരമായത്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ചൊവ്വാഴ്ച. രാവിലെ പെയ്ത മഴയ്ക്കും ശേഷം വന്ന വെയിലിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മണിക്കൂറുകളോളം തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ പൂരവിളംബര ചടങ്ങ് കാണാൻ കാത്തുനിന്നത്. ഒടുവിൽ പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് ആ നിമിഷം എത്തി. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക്. നട തുറന്ന് പുറത്തു കടന്ന കൊമ്പൻ 3 വട്ടം തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം നൽകിയതോടെ മുഴങ്ങിക്കെട്ടത് ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികളായിരുന്നു. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശിരസിലേറ്റി പൂരവിളംബരം നടത്തിയിരുന്നത്. ഇത് 4ാം തവണയാണ് ശിവകുമാർ പൂരവിളംബര ദൗത്യം നിർവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ച ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾ കാണാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും പാറമേക്കാവിൻ്റേത് അഗ്രശാലയിലുമാണ് പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് പൂരങ്ങളുടെ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത്
കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം നിലനിൽക്കെ പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിലാണ് പോസ്റ്ററുകൾ. പിണറായി വിജയനെ തടയാൻ കോൺഗ്രസിനെ കഴിയൂവെന്നും സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്ററിൽ. കെ സുധാകരന് പിന്തുണ നൽകുന്ന ഏറെ അനുയായികളും നേതാക്കളുമുള്ള ജില്ലയാണ് പാലക്കാട്. അടിച്ചാൽ തിരിച്ചടിക്കാനും പിണറായിയെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ളത് സുധാകരന് മാത്രമാണെന്നും കോൺഗ്രസിന്റെ അഭിമാനമാണ് സുധാകരനെന്നും പോസ്റ്ററിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭീകരവാദത്തെയും വിഘടനവാദത്തെയും കോൺഗ്രസ് UPA സർക്കാരുകൾ താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭീകരാക്രമണത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാന കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. സംസ്ഥാനത്തെ പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. UPA സർക്കാരിന്റെ കാലത്ത് 50-ലേറെ ഭീകരാക്രമണങ്ങളും 1500-ലേറെ മരണവും സംഭവിച്ചു. രാജ്യത്തെ ഭീകരാക്രമണം കുറഞ്ഞത് മോദി സർക്കാരിന്റെ കാലത്താണ്. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ കൃത്യമായി നടപടി സ്വീകരിക്കുമ്പോഴാണ് കോൺഗ്രസ് ഇടത് സർക്കാരുകൾ പിന്തുണ നൽകാതിരിക്കുന്നത്. പാകിസ്ഥാന് തിരിച്ചടി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇടത് പാർട്ടികളിൽ ആശയക്കുഴപ്പം തുടരുകയാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. പ്രധാനമന്ത്രിമാരുടെ ചരിത്രമെടുത്തു നോക്കിയാൽ, അവർ ഭരിച്ച കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും, കോൺഗ്രസിന് ഒരു മൃദു സമീപനമാണ് പാകിസ്ഥാനോടും. അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്ന ഭീകരവാദികളോടും ഉള്ളത്. 2004 മുതൽ 2014 വരെ ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ച സമയത്ത്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട് ഈ രാജ്യം UPA സർക്കാർ ഭരിച്ച സമയത്ത് ഈ രാജ്യത്ത് നടന്ന ഭീകര ആക്രമണങ്ങളുടെ എണ്ണം 50-ലധികമാണ്. 1600-ലധികം ആളുകളാണ്, നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ബോംബ് സ്ഫോടനത്തിലും അതുപോലെ തന്നെ ഭീകര ആക്രമണങ്ങളിലും ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടത്. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ, N. ഷൺമുഖൻ, നഗരസഭാ അംഗം ശശികുമാർ, സുമംഗല ടീച്ചർ, ബിന്ദു, ബാബു വെണ്ണക്കര, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് അവിടെ താമസിക്കുന്ന, അനധികൃതമായിട്ടും അധികൃതമായിട്ടും താമസിക്കുന്ന മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരോടും ഈ രാജ്യം വിട്ടു പോകണം, 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിൽ ഔദ്യോഗികമായി താമസിക്കുന്ന ഏതാണ്ട് 106 പേർ, അവരെ ഇവിടെ നിന്ന് നാടുകടത്താൻ, അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഇവിടത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഇവിടത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടെ, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് EP. നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി N. മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PB. മുരളീധരൻ, മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, K. പ്രസാദ് എന്നിവർ സംസാരിച്ചു. BJP പാലക്കാട് ജില്ലാ സെൽ കോർഡിനേറ്റർ MP. സതീഷ് കുമാർ, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, സുമേഷ് ചീരതൊടി, സ്വരൂപ്, ജയരാജ്, മനോജ് ആറാണി, KT. രവിദാസ്, സന്തോഷ് പട്ടാമ്പി, അനിൽ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനായുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി MP. രാജേഷ്. നിലവിലുള്ള ചട്ടങ്ങൾ വെച്ച് തെരുവുനായ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് പരിഹാരമെന്നും സംസ്ഥാന സർക്കാരിന് പരിമിതികൾ ഉണ്ടെന്നും MP. രാജേഷ് പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ABC ചട്ടങ്ങൾ പ്രകാരം ആകെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരിക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ABC ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ്. എവിടെ നിന്നാണോ ഒരു തെരുവ് നായയെ പിടിക്കുന്നത് അതിനെ കൊണ്ടുപോയി
എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് സർജറി നടത്തി വന്ധ്യംകരിച്ച് ഒരാഴ്ച പരിചരിച്ച് മുറിവുണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ പിടിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവിടണം. അല്ലെങ്കിൽ ഈ പിടിച്ചവർക്കെതിരായിട്ട് അധികാരികൾക്കെതിരായിട്ട് നടപടി വരും, നിയമ നടപടി വരും. ഈ ചട്ടം നിലനിൽക്കുമ്പോൾ അതിൻ്റെ വേഗത്തിലേ നമുക്ക് ചെയ്യാനാവൂ. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ നേരത്തെ കേരളത്തിൽ 900-ഓളം ABC കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് അടച്ചുപൂട്ടിച്ചതാണ്. കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൗകര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, 7 വർഷത്തെ അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ സർജറി ചെയ്യാവൂ എന്ന വ്യവസ്ഥയും ഉള്ളതാണ്. ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് കേരളത്തിലൊരു ചർച്ച ഉയർന്നു വരണം. ഇതിൽ ഭേദഗതി വരുത്തണം. നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ്, അതിൽ ഭേദഗതി വരുത്തണം എന്നത്. അതിനിതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട്ട് തുടക്കം. മേളയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടി കലാമണ്ഡലം ഐശ്വര്യയുടെ പ്രാരംഭ നൃത്തത്തോടെ തുടക്കമായി. സാംസ്കാരിക വേദിയിൽ അവതരിപ്പിച്ച ഗസൽ ആസ്വാദകരുടെ മനം കവർന്നു. വകുപ്പുകൾ അണിനിരക്കുന്ന വാഹനത്തിന്റെ തൊട്ടുകളിലായി ഇതുവഴി കടന്നു വരണം. ഇതായി വാഹനത്തിന്റെ തൊട്ടുകളിലായി ഇതുവഴി കടന്നു വരണം. വാദ്യമേളങ്ങളുടെ അകമ്പടികളുടെ മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് നിർവഹിച്ചത്. ചടങ്ങിൽ മന്ത്രി MP രാജേഷ് അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തിൽ എല്ലാ മേഖലകളിലും കേരളം പുരോഗതിയിലെത്തിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മേളയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ മുൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനത്തിൽ പിന്നണി ഗായികയും ചലച്ചിത്ര നടിയുമായ സുനിത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിച്ച ഹിന്ദി, ഉറുദു, മലയാളം ഗാനങ്ങൾ കോർത്തിണക്കിയ ഗസൽ രാവ് ആസ്വാദകരുടെ മനം കവർന്നു. സഖാവേ സഹോദരാനാം കേട്ടു ദീർഘമുദ്രാവാക്യം ഒരു ദശകമി പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുടർന്ന് പ്രമുഖ നാടൻപാട്ട് കലാകാരനായ ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും അവതരിപ്പിച്ച നാടൻ കലകളും അരങ്ങേറി. എൻ്റെ കേരളം സാംസ്കാരിക ഉപസമിതി ചെയർമാൻ TR അജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സിൽബർട്ട് ജോസ് സ്വാഗതവും പ്രസാദ് മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC. മഹാത്മാഗാന്ധി അയ്യങ്കാളി തൊഴിലാളികൾക്ക് ഫസ്റ്റ് അലവൻസും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ഫെഡറേഷൻ. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K. അനിമോൻ ആവശ്യപ്പെട്ടു. ഓരോ സംസ്ഥാനത്തെയും കാർഷിക വൃത്തിക്ക് സമാനമായ തുക വേതനമായി നൽകണമെന്നാണ് നിയമമെങ്കിലും പാലിക്കപ്പെടുന്നില്ല. ദേശീയ ശരാശരിയേക്കാൾ ജോലി ദിവസം കേരളത്തിൽ കൂടുതലാണെങ്കിലും 100 ദിവസ തൊഴിലോ വേതനമോ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് അംഗീകരിക്കാനാകില്ല. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണം. വേതനവും തൊഴിൽ ദിനവും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ്. തൊഴിലുറപ്പ് അയ്യങ്കാളി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും മെയ് 6, 7 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്നും K. അനിമോൻ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ 8.9 കോടി തൊഴിൽ ദിനങ്ങൾ നടന്നു. 8.9 കോടി നടന്നു.
എന്നിട്ടാണ് ഇത്തവണ 5 കോടി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ തൊഴിലിനങ്ങളുടെ എണ്ണം കുറച്ച് ഇതിനകത്ത് വേതനം സമയബന്ധിതമായി കൊടുക്കാതെ, തൊഴിലിനങ്ങൾ കൊടുക്കാതെ ഈ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള വലിയ സമരങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ. ഓരോ സംസ്ഥാനത്തെയും കാർഷിക മേഖലയിലെ മിനിമം കൂലി കൊടുക്കണം എന്നാണ് ഈ നിയമം പറഞ്ഞിരിക്കുന്നത്. NRG ആക്ട് 2005 പറഞ്ഞിരിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിലെ മിനിമം കൂലി കൊടുക്കണം. AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ദാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അൻപോടെ തൃത്താലയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിന് എത്തുക 3000-ഓളം പേർ. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അൻപോടെ തൃത്താല. കൂറ്റനാട് ചേർന്ന യോഗത്തിൽ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. മെയ് 11-ന് വട്ടനാട് GVHSS-ലാണ് ക്യാമ്പ്. മെയ് 11-ന് വട്ടനാട് GVHSS-ൽ സംഘടിപ്പിക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിൽ പങ്കെടുക്കാൻ 3000-ഓളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ അവസാനിച്ചു. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ചേർന്ന യോഗത്തിൽ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. ക്യാമ്പിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിനും പരിസര ശുചീകരണത്തിനും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കാൻ യോഗം തീരുമാനിച്ചു. 11-ന് രാവിലെ ക്യാമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ മുഖ്യാതിഥിയാകും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ 28ഓളം വിഭാഗങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാകും. സർക്കാർ ആശുപത്രികളും കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിന്റെ ഭാഗമാകും. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 28 വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ യാത്ര അപകടകരവും സാഹസികവുമാണെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആവശ്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ്. മഴയും വെയിലും കൊള്ളാതെ യാത്ര ചെയ്യാൻ രാജ്യത്തെ മറ്റെല്ലാ പൗരന്മാരെയും പോലെ പറളിക്കാർക്കും അവകാശമില്ലേ എന്നും മുസ്ലിം ലീഗ് നേതാക്കൾ. സുഗമമായ തീവണ്ടി യാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. മേൽക്കൂരയില്ലാത്ത സ്റ്റേഷൻ, പ്ലാറ്റ്ഫോം നാമമാത്രം. സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. പറളി റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാർ ഭാരതപ്പുഴയോരത്തെ സ്ഥാപിച്ച പറളി റെയിൽവേ സ്റ്റേഷൻ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി സ്ഥല സൗകര്യം കണക്കിലെടുത്താണ് ഇപ്പോഴുള്ള ഭാഗത്ത് 1980-ൽ നിർമ്മിച്ചത്. 1980-ൽ പുതിയ സ്റ്റേഷൻ പണിതപ്പോഴും കാലോചിതമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധിച്ചില്ലെന്നാണ് പരാതി. സ്റ്റേഷനിൽ തെക്കോട്ടുള്ള ഭാഗത്ത് ഓഫീസ് കെട്ടിടം നിലനിൽക്കുന്നിടത്ത് 12 കമ്പാർട്ട്മെൻറ്റുകൾക്ക് പ്ലാറ്റ്ഫോം നിർമ്മിച്ചപ്പോൾ വടക്കുഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ 8 കമ്പാർട്ട്മെൻറ്റിനുള്ള സൗകര്യം മാത്രമായി ചുരുങ്ങി. 179 മീറ്റർ മാത്രം നീളമുള്ള ഈ പ്ലാറ്റ്ഫോമിന് മേൽക്കൂരയില്ല. 14ഉം 15ഉം കമ്പാർട്ട്മെൻറ്റുകളുള്ള പാസഞ്ചർ തീവണ്ടികൾ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ പ്ലാറ്റ്ഫോം ഇല്ലാത്തിടത്ത് വണ്ടിയിൽ കയറാനും ഇറങ്ങാനും പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും പെടാപ്പാട് പെടുന്നതും ചിലപ്പോൾ താഴെ വീണ പരിക്കേൽക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. 3 അടി പൊക്കമുള്ള കോച്ചിൻ്റെ ചവിട്ടുപടിയിൽ കയറാൻ വൃദ്ധരായ യാത്രക്കാരെ പലപ്പോഴും മറ്റുള്ളവർ സഹായിക്കേണ്ടി വരുന്നുണ്ട്. സ്റ്റേഷനിൽ പ്രതിദിനം 400 മുതൽ 500 വരെ യാത്രക്കാർ എത്തുന്നുണ്ട്. സീസൺ ടിക്കറ്റ് വേറെയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് 12 വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ടായിരുന്നത് ഇപ്പോൾ 5 ട്രെയിൻ പാലക്കാട് ഭാഗത്തേക്കും 5 ട്രെയിൻ ഷൊർണൂർ ഭാഗത്തേക്കുമാണുള്ളത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ മൂത്രപ്പുര ഇല്ലാത്തതിനാൽ യാത്രക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പാളം മുറിച്ചു കടന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തുന്നത് സാഹസികവും അപകടകരവുമായാണ്. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും കൂടാതെ 16607 നമ്പർ കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചറിനും 16608 നമ്പർ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിനും പറളി സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ആദ്യപടിയായി ഈ ആവശ്യങ്ങളടങ്ങിയ നിവേദനം പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി, VK ശ്രീകണ്ഠൻ MP എന്നിവർക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്ന് പറളി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇലിയാസ്, സെക്രട്ടറി ഷാഫി അറക്കൽ എന്നിവരും മറ്റ് പ്രവർത്തകരും പറഞ്ഞു. യാത്രക്കാർക്ക് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നതുമായ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ പറളി സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഈ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 179 മീറ്റർ നീളമുണ്ട്. 2ാമത്തെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് 97 മീറ്റർ മാത്രമേ നീളം ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് 7ഓളം കോച്ചുകൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ കോച്ചിൽ നിന്ന് ഇറങ്ങുന്ന പാസഞ്ചേഴ്സ്, യാത്രക്കാർക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്നു. ചിലവർ വീണിട്ട് ഫ്രാക്ചർ വരെ ആയിട്ട് എന്നാണ് സ്റ്റേഷൻ സൂപ്രണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആയതുകൊണ്ട് ഇവിടെ
ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം ഒരു 120 മീറ്ററോളം കൂട്ടുകയാണെങ്കിൽ ഈ 7ഓളം കോച്ചുകൾക്ക് അവിടെ വന്ന് നിൽക്കാൻ സാധിക്കും. യാത്രക്കാർക്ക് സുഗമമായിട്ട് ഇറങ്ങാനും സുഗമമായിട്ട് വണ്ടിയിൽ കയറാനുമുള്ള സൗകര്യങ്ങളുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കഴിഞ്ഞ ദിവസം കാഞ്ഞിരക്കടവ് റെയിൽപാളത്തിൽ ട്രെയിൻ തട്ടി 9 പശുക്കൾ ചത്ത സ്ഥലവും പശുക്കളുടെ ഉടമ അനന്തന്റെ വീടും വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു. ജീവിത മാർഗമായ പശുക്കൾ ചത്തതിൽ ഏറെ ദുഃഖിതരായ അനന്തന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ എം പി പങ്കുചേർന്നു. ഉടൻ തന്നെ ഒരു പശുവിനെ വാങ്ങി നൽകുമെന്നും പിന്നീട് എല്ലാവരുമായി ആലോചിച്ച് കൂടുതൽ പശുക്കളെ നൽകാൻ ഉദ്ദേശിക്കുന്നതായും എം പി പറഞ്ഞു. UDF നേതാക്കളായ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ ഷിജു, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MC സജീവൻ, വിനോദ് ചെറാട്, കെ ശിവരാജേഷ്, ഹരിദാസ് മച്ചിങ്ങൽ, EV കോമളം, MB സുരേഷ് കുമാർ എന്നിവരും എം പിക്കൊപ്പമുണ്ടായിരുന്നു. ഗുജറാത്തിലെ വാഡ്നഗറിൽ നടന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രേരണ എന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി വേദ വാസുദേവനും അധ്യാപിക TR അഖിലയ്ക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ദേശീയ വിദ്യാഭ്യാസ നയം 2020, വികസിത ഭാരതം 2047 കാഴ്ചപ്പാടുകൾ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നീ തലങ്ങളിൽ ഊന്നൽ നൽകിയുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പരിപാടികളാണ് പ്രേരണയുടെ ഭാഗമായി നടന്നത്. കേന്ദ്ര സർക്കാർ ജില്ലാ സംസ്ഥാന തലത്തിൽ നടത്തിയ പരീക്ഷയിലൂടെയാണ് ഈ പ്രോഗ്രാമിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രേരണ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുവന്ന വേദ വാസുദേവനും രാഖില ടീച്ചർക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള താൽപര്യത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് പ്രേരണ പ്രോഗ്രാം. ദേശീയ ഉത്പാദനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇന്ത്യയിലെ 10 സ്റ്റേറ്റിൽ നിന്നുള്ള 10 ടീച്ചേഴ്സും 20 വിദ്യാർത്ഥികളുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളത്. പല സംസ്ഥാനത്തെ അധ്യാപകരായി പരിചയപ്പെടാനും അവരുടെ സംസ്കാരവും പിന്നെ ഭക്ഷണവും എല്ലാം പരിചയപ്പെടാനുള്ള എക്സ്പോസറായിട്ടാണ് ഇത് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ ഭാരത സംസ്കാരം എന്ന് മനസ്സിലാക്കി തരാൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സ്കൂളിൽ നമ്മൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഇതെന്താണെന്ന് കാര്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതുപോലെ ഫോളോ ചെയ്യുന്ന വാല്യൂസിലാണെങ്കിലും ഒരുപാട് വന്നിട്ടുണ്ട്. അതിന് സ്കൂളിൽ നിന്ന് എക്സാം എഴുതിയപ്പോൾ തൊട്ട് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ ഒരു പരിപാടിയിൽ പോകാൻ സാധിച്ചതിലും അവിടെ പോയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പഠിച്ചതും അവിടെ ചെയ്ത ആക്ടിവിറ്റീസും അതുപോലെ ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. TRK ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ P ജഗദീഷിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ വിദ്യാകേശവൻ, ഋതുവത്സൻ, P ഗണേഷ്, ഗിരീഷ് ഗോപിനാഥ്, P ഉല്ലാസ്, P സുജിത്ത് എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രേരണ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് 2 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് വേദ വാസുദേവ് TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. TRK ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അക്കാദമിക മികവിന്റെ ഉദാഹരണമാണത്. അതിൽ TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ അധ്യാപകരും അഭിമാനിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ട്രക്ചർ സംഭാവനയായി നൽകി. പറളി റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് വേണുഗോപാൽ സ്ട്രക്ചർ ഏറ്റുവാങ്ങി. നമ്മുടെ പൗരസമിതി പറളി അതിന് ഈ കാര്യത്തിന് മുന്നിൽ നടന്ന ഒരു സ്ട്രക്ചർ സ്റ്റേഷന് വേണ്ടി സ്വന്തം നാടിൻ്റെ അഭിമാനവും ഒക്കെയായ പറളി സ്റ്റേഷന് വേണ്ടി അദ്ദേഹവും സുഭിക്ഷയുടെ നമ്മുടെ പറളിയിലുള്ള സുഭിക്ഷ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമസ്ഥനായ ശ്രീ അരവിന്ദ് ഇലിയാസ് കായും രണ്ടുപേരും പിന്നെ നമ്മുടെ എല്ലാ ലീഗിൻ്റെ ആളുകളും എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒരു കാര്യമാണ് നമ്മൾ അഭ്യർത്ഥിച്ച പ്രകാരം ഒരു സ്ട്രക്ചർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൽകി. നല്ലൊരു സ്ട്രക്ചറാണ്. പക്ഷേ അതധികം ആർക്കും ഉപയോഗിക്കാൻ ചാൻസ് വരരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഒരു മിനിമം വേണ്ട ഒരു സാധനമാണ്. ട്രാക്കിലും മറ്റും അപകട സംഭവങ്ങളുണ്ടായാൽ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനായി സ്ട്രക്ചർ അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറളി, പൊന്നാക്കത്തൊടി അബ്ദുറഹ്മാൻ, സുഭിക്ഷ സൂപ്പർമാർക്കറ്റ് അരവി എന്നിവരുടെ സഹകരണത്തോടെ മെഡിക്കൽ വകുപ്പിന്റെ നിർദ്ദേശാനുസരണമുള്ള സ്ട്രക്ചർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പൊതു നന്മയോടെയുള്ള പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയവും മാതൃകാപരവുമാണെന്ന് റെയിൽവേ സൂപ്രണ്ട് വേണുഗോപാൽ പറഞ്ഞു. സമർപ്പണ ചടങ്ങിൽ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഇലിയാസ്, സെക്രട്ടറി ഷാഫി അറക്കൽ, മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ, അജ്മൽ ഖാദർ, സീതി കോയ, ഏനു, ബഷീർ, നാസർ, KM ഷംസുദ്ദീൻ, അൽഫാൻ, അൽതാഫ്, അഫ്സൽ, സഹൽ, ഷഹീൻ, നിഹാൽ,
KC റാഫി, ഷബീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പിയിൽ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ ക്യാമ്പും സംഘടിപ്പിക്കും. മെയ് 8, 9, 10 തീയതികളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി റൂസിയ ഫെർട്ടിലിറ്റി സെന്ററും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റും സംയുക്തമായാണ് സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി റൂസിയ ഫെർട്ടിലിറ്റി സെന്ററിൽ മെയ് 8, 9, 10 തീയതികളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ്. 8, 9, 10 മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു ഔദ്യോഗിക അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റൂസിയ കെയർ പട്ടാമ്പിയും വ്യാപാരി വ്യവസായി പട്ടാമ്പിയും അതുപോലെ മുനിസിപ്പാലിറ്റിയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മമ്മോഗ്രാഫി, ക്യാൻസർ ട്രീറ്റ്മെൻറ്റും വന്ധ്യചികിത്സ, IVF-ൻ്റെ ട്രീറ്റ്മെൻറ്റും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. മെമ്മോഗ്രാഫി പരിശോധന, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ പരിശോധന, കൗൺസിലിംഗ് തുടങ്ങിയവയാണ് ക്യാമ്പിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ. ഓരോ ദിവസവും 20 പേർക്ക് മമ്മോഗ്രാം ടെസ്റ്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുമെന്നും ക്യാമ്പ് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ കരീം, അബുലൈസ്, കാർത്തിക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിളയൂരിൽ കർഷക സമരത്തിനിടെ ജിമ്മി ഗുണ്ടകളുടെ അടിയേറ്റ് 1970 മെയ് 4 രക്തസാക്ഷിയായ സെയ്താലിക്കുട്ടിയെ അനുസ്മരിച്ചു. സെയ്താലിക്കുട്ടി തലയ്ക്ക് അടിയേറ്റു വീണ കൂരാച്ചിപ്പടിയിലെ പാടത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗവും അദ്ദേഹത്തിന്റെ ബലികുടീരത്തിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ അനാച്ഛാദനവും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. അഞ്ച് വർഷം മുൻപാണ് സഖാവ് സെയ്താലിക്കുട്ടി പാവപ്പെട്ടവൻ്റെ മണ്ണിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൽ ജന്മികളുടെയും ഗുണ്ടകളുടെയും എല്ലാം തന്നെ മർദ്ദനത്തിന് വിധേയമായി. ആ സഖാവ് നമ്മളുടെ ഇന്ന് വിട പറഞ്ഞു. 55 വർഷം കഴിയുമ്പോഴും ആ ധീരസഖാവിൻ്റെ ഓർമ്മ നാം പുതുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ മോചനത്തിനു വേണ്ടി പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിരവധി സഖാക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഏരിയ കമ്മിറ്റി അംഗം K. മുരളി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ്, ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ, NP വിനയ്കുമാർ, മുതിർന്ന നേതാവ് C. അച്യുതൻ, രക്തസാക്ഷി സൈതാലിക്കുട്ടിയുടെ മകൻ P. വീരൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AV സുരേഷ്, T. ഷാജി, വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി K. മണികണ്ഠൻ, വിളയൂർ ലോക്കൽ സെക്രട്ടറി KV ഗംഗാധരൻ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, P. രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 6 ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശത്തോടെയാണ് യാത്രയെന്നും ഭാരവാഹികൾ പറഞ്ഞു. മെയ് 6 ഉച്ചയ്ക്ക് 2:30 ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകും. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പാലം പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പദയാത്ര ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിക്കും. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഉമർ അമ്പലപ്പാറ, ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ P, മണ്ഡലം ജനറൽ സെക്രട്ടറി ഉമ്മർ ഫാറൂഖ്, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ AM, മണ്ഡലം കമ്മിറ്റി അംഗം മുഹമ്മദ് അലി VP എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ ഒന്നാവണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. പദയാത്രയുടെ ഒറ്റപ്പാലം മണ്ഡലം തല സ്വീകരണം 6 തീയതി നാളെ ഉച്ചയ്ക്ക് 2:30 ഒറ്റപ്പാലത്ത് എത്തുകയാണ്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പാലത്തു നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിക്കും. നമ്മുടെ രാജ്യത്ത് സാഹോദര്യം ഊട്ടിയുറപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ് ഈ യാത്ര കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ
വളരെ സാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്ന നാടാണ് നമ്മുടെ. എന്നാൽ അടുത്ത കാലത്തായി നമ്മുടെ സാഹോദര്യത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം മനുഷ്യരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ അന്തസത്ത, ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക എന്നതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ ലക്കിടി റെയിൽവേ ഗേറ്റ് തകരാറിലായി. ഗേറ്റിന്റെ സിഗ്നൽ സംവിധാനം തകരാറിലായതോടെ ഗേറ്റ് തുറക്കാനായില്ല. ഇതോടെ ഒറ്റപ്പാലം പാമ്പാടി പാതയിൽ 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സിഗ്നൽ സംവിധാനം തകരാറിലായതോടെ ഗേറ്റ് തുറക്കാനായില്ല. ഇതോടെ ഒറ്റപ്പാലം പാമ്പാടി പാതയിലെ ഗതാഗതം 5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പാമ്പാടി ഐവർ മഠത്തിലേക്ക് പോകേണ്ട വാഹനങ്ങളും യാത്രക്കാരും ഏറെ വലഞ്ഞു. ട്രെയിനുകളെ ഗേറ്റ് തകരാർ ബാധിച്ചില്ല. വേഗത കുറച്ചാണ് വണ്ടികൾ കടന്നുപോയത്. രാവിലെ പാലക്കാട് നിന്നും എത്തിയ ടെക്നിക്കൽ സംഘം തകരാർ പരിഹരിച്ചതോടെ 8:30യോടെ റൂട്ടിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അവധിക്കാല നീന്തൽ പരിശീലനവുമായി കടമ്പൂർ BVALP സ്കൂൾ. കടമ്പൂർ യുവരശ്മി ക്ലബിന്റെ സഹകരണത്തോടെ PTA ആഭിമുഖ്യത്തിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. മെയ് 5 മുതൽ 14 വരെയാണ് നീന്തൽ പരിശീലനം. ചാക്കോട്ടുകുളത്താണ് നീന്തൽ പരിശീലനം നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ HM VM ലീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ A. വിജിത അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് AN മോഹൻ, PTA പ്രസിഡന്റ് രാജേഷ്, MPTA പ്രസിഡന്റ് പ്രിയ, യുവരശ്മി ക്ലബ്ബ് സെക്രട്ടറി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക AU ലത നന്ദി പറഞ്ഞു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് AN മോഹനനാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര മിനി ശബരിമല സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായി സ്വാമിയുടെ ശിഷ്യഗണങ്ങളുടെ കൂട്ടായ്മയിൽ മങ്കുർശി പോക്കണാംകുന്ന് നഗറിലെ നിർധനരായ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും വസ്ത്രങ്ങളും വീട്ടിലെത്തി വിതരണം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 60ാം പിറന്നാളാണ് ഇന്നലെ നമ്മൾ ആഘോഷിച്ചത്. 60 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, ഒരു സ്വാമികളും എവിടേക്ക് വരാറില്ല. താഴെ തട്ടിലേക്ക് ഇതുപോലെ ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഈ സന്യാസി സമൂഹം തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ നന്മയ്ക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒപ്പം നിർത്തുന്നതിനും ഉള്ള സംവിധാനങ്ങൾ അവരെല്ലാം, അതായത് ഭീഷണിയുടെ സ്വരത്തിലല്ലാതെ എല്ലാം ഭക്തി മാർഗത്തിലൂടെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളിൽ മനസമാധാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഒപ്പം തന്നെ ഉപജീവന മാർഗത്തിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ പ്രഭാകരസ്വാമിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ നടന്നു വരുന്നുണ്ട്. മാങ്കുർശി പോക്കണാംകുന്ന് നഗറിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും വസ്ത്രങ്ങളും വീട്ടിലെത്തി വിതരണം ചെയ്തു. സ്വാമി കിഷോർ ശാന്തി മങ്കര അധ്യക്ഷത വഹിച്ചു. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, നാഗരാജാനന്ദ സരസ്വതി മധുര, സ്വാമി സുരേഷ് ചൈതന്യ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ തുടർ പഠനത്തിന് വേണ്ട പഠനച്ചിലവ് ഏറ്റെടുക്കാനും തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച കുളപ്പുള്ളി ഫെസ്റ്റിന് സമാപനം. 10ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയുടെ സംഗമം വർണ്ണാഭമായി. ജനസാഗരം തീർത്ത് കുളപ്പുള്ളി നഗരം. ഒട്ടകം, കാള, വിവിധ വേഷങ്ങൾ, കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എത്തിയ ഘോഷയാത്ര റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ഉത്സവപ്രേമികളെ ആവേശത്തിലാഴ്ത്തി.
ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഷൊർണൂരിലെ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ഗണേശ്ഗിരി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദം വിവേകാനന്ദം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രവികുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാം ഈ സ്ഥാപനത്തിന് കീഴിൽ വ്യക്തിത്വ വികസനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി ഈ നാട്ടിന് തണലായി മാറാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനവും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സാഹചര്യങ്ങളും കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ചിത്രരചന, ലഹരി വിരുദ്ധ ക്ലാസ്, നാടകക്കളരി, സ്പോർട്സ്, ഉല്ലാസയാത്ര തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുക. പ്രസിഡന്റ് സിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി അംഗം സുവർണ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ ഇ പി നന്ദകുമാർ, രക്ഷാധികാരി രഘുറാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസിഡന്റ് സിജു മാസ്റ്റർ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രവികുമാറിനെ ഉപഹാരം നൽകി ആദരിച്ചു. ട്രഷറർ ബാബു ജയൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര ഇരുനിലംകോട് സൈമ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന 13ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ CFA ചെറുതുരുത്തിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് വടക്കാഞ്ചേരി പുലരി ക്ലബ്ബ് പരാജയപ്പെടുത്തി. വാശിയേറിയ മത്സരം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിലെത്തി. സമാപന ചടങ്ങ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സഹോദരി സഹോദരന്മാരെ, കായിക പ്രേമികളെ, കായികതാരങ്ങളെ, സൈമ സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 13ാമത് സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരം ഏതാനും ദിവസങ്ങളായി നടന്നുവരികയാണ്. എൻ്റെ സമാപനമാണ് ഇന്ന് കുറിക്കപ്പെടുന്നത്. ആദ്യമായി തന്നെ ഈ പ്രദേശത്തെ ഫുട്ബോൾ നഗരിലേക്കും കായിക രംഗത്തേക്കും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. 1ാം സ്ഥാനം നേടിയ വടക്കാഞ്ചേരി വിരുപ്പാക്ക പുലരി ക്ലബ്ബ് 25,000 രൂപയും ട്രോഫിയും കരസ്ഥമാക്കി. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതുരുത്തി CFA ക്ലബ്ബിന് 15,000 രൂപയും ട്രോഫിയും നൽകി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൽസലാം, ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ, സൈമ ക്ലബ്ബ് പ്രസിഡന്റ് സോമസുന്ദരൻ, സെക്രട്ടറി മിഥുൻ, മറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി DYFI മാങ്കുറിശ്ശി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. കല്ലൂരിൽ നടന്ന ടൂർണമെന്റിൽ KSS KB ടീം കല്ലൂർ ജേതാക്കളായി. സ്പാർക്കിംഗ് ബോയ്സ് കല്ലൂർ 2ാം സ്ഥാനം നേടി. സ്വർണ്ണ മെഡൽ ജേതാവും ദേശീയ വാട്ടർ പോളോ താരവുമായ NS അമിത സമ്മാന വിതരണം നിർവഹിച്ചു. രാവിലെ നടന്ന ടൂർണമെന്റ് DYFI പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് നാസിം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CR ജയരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ്, മേഖലാ സെക്രട്ടറി VS മുഹമ്മദ് ഷാഫി, ചെന്താമരാക്ഷൻ, നിതിൻ, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ചടങ്ങിൽ നിളയോരം ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഈശൽ നിലാവ് ഗാനമേളയും നടന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങാനും ആരംഭിക്കാനും വേണ്ടി കഴിഞ്ഞത്. ഈ ഓർക്കസ്ട്ര ടീം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ചെറുതുരുത്തിയിലെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ചെറിയ കലാകാരന്മാർ ഒത്തുകൂടി ഒരു സായാഹ്ന വിരുന്നാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ആ സായാഹ്ന വിരുന്നിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ കലാകാരന്മാരെയും കലാകാരികളെയും ഇവിടെ അറിയപ്പെടുന്നവരെയെല്ലാം ആദരിക്കുന്ന ചടങ്ങും ഇവിടെ സംഘടിപ്പിക്കുകയാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിഞ്ഞു അധ്യക്ഷത വഹിച്ചു. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ വിശിഷ്ടാതിഥിയായി. നിള ജനറൽ മാനേജർ KK അരവിന്ദാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ബിന്ദു, സുരഭി, സന്ദീപ്, ജനതാദൾ നേതാവ് കേശവൻ, അലി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മിഴാവ് കലാകാരൻ കലാമണ്ഡലം ഈശ്വരനുണ്ണി, കഥകളി കലാകാരൻ ഗോപകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ, ഡോക്ടർ ഇബ്രാഹിം എന്നിവരെ പൊന്നാടയണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. KH സിദ്ദീഖ് സ്വാഗതവും അഷറഫ് തോണിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നിളയോരം ഓർക്കസ്ട്രയുടെ ഇശൽ നിലാവ് ഗാനമേളയും നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു.
കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വാണികുളം തമിഴ് മാരിയമ്മൻ കോവിലിൽ നടന്നുവരുന്ന പൂജാ മഹോത്സവം തുടരുന്നു. മെയ് 2-ാം തീയതി മുതൽ ആണ് പൂജാ മഹോത്സവത്തിന് തുടക്കമായത്. മെയ് 7-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് കോവിലിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിങ്കളാഴ്ച നഗാരിവാദ്യവും ശക്തികുംഭങ്ങൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പച്ചയിട്ടു പൂജയും പ്രസാദ വിതരണവും നടന്നു. മണ്ണൂർ ചേറുംപാല ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്ന ലക്ഷദീപ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ ആദ്യമായാണ് ലക്ഷദീപ സമർപ്പണം നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ പങ്കാളികളായി. ഞായറാഴ്ച വൈകിട്ട് 6:30 തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ മനിക്കൽ കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ലക്ഷദീപ സമർപ്പണം നടന്നത്. തുടർന്ന് തന്ത്രി കുട്ടൻ നമ്പൂതിരി ആദ്യ തിരി തെളിയിച്ചു. ലക്ഷദീപം സമർപ്പിക്കാം. ആ ദേവയുടെ ചൈതന്യത്തിന്റെ വർദ്ധനയ്ക്ക് വളരെ വിശേഷമാണ്. ആ ലക്ഷദീപ സമർപ്പണത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് ആദ്യത്തെ ദീപം ഇതാ കൊളുത്താൻ പോവുകയാണ്. എല്ലാവരും സമ്മതത്തോടു കൂടി ദേവയുടെ അനുഗ്രഹത്തോടെ നമ്മൾ കൊളുത്താണ്. ഭക്തർ പുറത്ത് സജ്ജീകരിച്ച തിരികളിലേക്ക് തീ പകർന്നു. 7:30 ലക്ഷം ദീപം സമർപ്പണം പൂർത്തിയായി. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും ദുരന്ത നിവാരണത്തിനുമാണ് ലക്ഷം ദീപ സമർപ്പണം. ആയിരങ്ങൾ ഏക മനസ്കരായി ദീപം തെളിയിച്ച് ദുർഗാദേവിയെ പ്രസാദിപ്പിച്ച് ദീപപ്രഭയിൽ ആറാടി നിൽക്കുന്ന ദേവിയെ കൺകുളിർക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുത് അനുഗ്രഹവും വാങ്ങിയാണ് മടങ്ങിയത്. രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജ, വൈകിട്ട് ദീപാരാധന, ഭഗവത് സേവ എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. മാറ്റലി. KPCC പ്രസിഡന്റ് നേതൃമാറ്റം നിലപാട് കടുപ്പിച്ച് കെ സുധാകരൻ. തനിക്ക് അസുഖമാണ് എന്ന പ്രചാരണമാണെന്നും പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനമെന്നും തന്നെ മൂലക്കിരുത്താൻ ഗ്രൂപ്പ് ശ്രമിക്കുന്നുവെന്നും സുധാകരൻ പറയുന്നു. ഈ നടപടിയിൽ താങ്കളുടെ വിലയിരുത്തൽ എന്ത്? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനം. അത് ആര് വഹിക്കണം, എങ്ങനെ വഹിക്കണം എന്നൊക്കെ ഇതിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അവർ തീരുമാനമെടുക്കും, അതിനനുസരിച്ച് നടപ്പാക്കും. അത് അണികൾ അംഗീകരിക്കണം. അതായിരിക്കണം പാർട്ടി. അല്ലാതെ ഇത് എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ മാറില്ല, അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് കൊടുക്കണം എന്ന തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രാധാന്യമില്ലാത്തൊരു കാലമാണ്. അത്തരം ചർച്ചകളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ നഷ്ടങ്ങൾ അത്തരം ചർച്ചകൾ നടത്തുന്ന പാർട്ടികൾക്കുണ്ടാവുമെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അടുത്ത് BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ കേരളത്തിൻ്റെ BJP പ്രസിഡൻ്റായി വരുന്നു. അത്രയധികമൊന്നും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാത്ത ഒരു വ്യക്തി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. അങ്ങനെ ഉള്ള ഒരു സംസ്കാരമുള്ളിടത്ത് എന്താണ് കോൺഗ്രസ്സുകാർ മാത്രം ഇത്തരത്തിൽ ചിന്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം. നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നതോടെ പൂരവിളംബരമായി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ചൊവ്വാഴ്ച. പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കെ സുധാകരന് അനുകൂലമായ പോസ്റ്ററുകൾ. സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്ററിൽ. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിൽ.
ഭീകരവാദത്തെയും വിഘടനവാദത്തെയും കോൺഗ്രസും UPA സർക്കാരും താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗ്രാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭീകരാക്രമണത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാന കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും കൃഷ്ണകുമാർ. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടും ഷൊർണൂരും പ്രതിഷേധ ധർണ. തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. നിലവിലുള്ള ചട്ടങ്ങൾ വെച്ച് തെരുവുനായ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെന്നും മന്ത്രി. വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് പരിഹാരമെന്നും സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നും മന്ത്രി MP രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട്ട് തുടക്കം. സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കലാമണ്ഡലം ഐശ്വര്യയുടെ നൃത്തത്തോടെ. ആസ്വാദകരുടെ മനം കവർന്ന് ഗസൽ സംഗീതവും. ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K. അനിമോൻ. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹ്യ രീതി അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം. മഹാത്മാ അയ്യങ്കാളി തൊഴിലാളികൾക്ക് ഫസ്റ്റ് അലവൻസും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ആവശ്യം. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് മെയ് 11 ഊറ്റനാട്ട്. ക്യാമ്പിലെത്തുന്നത് 3000-ഓളം പേർ. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. പറളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ യാത്ര അപകടകരവും സാഹസികവുമെന്ന് മുസ്ലിം ലീഗ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം പതിറ്റാണ്ടോളം പഴക്കമുള്ളതെന്നും മുസ്ലിം ലീഗ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും ഇല്ലെങ്കിൽ വൻ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നയിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.